قالت الأعراب آمنا قل لم تؤمنوا ولكن قولوا أسلمنا ولما يدخل الإيمان في قلوبكم وإن تطيعوا الله ورسوله لا يلتكم من أعمالكم شيئا إن الله غفور رحيم. 14-ാമത്തെ വചനം. ഇത് അവതരിക്കാനുണ്ടായ കാരണം മദീനയുടെ വെളിപ്രദേശമായ അസദ് ഗോത്രത്തിലുള്ള ആളുകൾ, അറാബികളായിട്ടുള്ള മരുഭൂവാസികളായിട്ടുള്ള ആളുകൾ, അവരുടെ ജീവിതത്തിൽ അവർക്ക് പ്രയാസം വന്നു, ക്ഷാമം വന്നു. ഈ സമയത്ത് അവർ പ്രവാചകന്റെ അടുക്കിലേക്ക് ചെല്ലാണ്. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, മറ്റെല്ലാ അറബ് ഗോത്രങ്ങളും തങ്ങളോട് യുദ്ധം ചെയ്തതിന് ശേഷമാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളതൊക്കെ. പക്ഷേ ഞങ്ങൾ തങ്ങളോട് ഒരു യുദ്ധം പോലും ചെയ്തിട്ടില്ല. ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ച ആളുകളാണ്. ഇപ്പം ഞങ്ങളിതാ ക്ഷാമത്തിലാണ്. അതുകൊണ്ട് പൊതു സ്വത്തിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും തന്നുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം. ഇതാണ് അവരുടെ ആവശ്യം. ആ സമയത്താണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അല്ലാഹു പറയാണ്, ഖാലത്തിൽ അഅറാബു ആമന്ന. അറാബികളായിട്ടുള്ള ആളുകൾ പറയാണ്, ആമന്ന, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. ആമന്ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുഅ്മിനായിരിക്കുന്നു എന്നാണ്, ഞങ്ങൾ ഈമാനുള്ളവരായിരിക്കുന്നു എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഖുൽ, പ്രവാചകരെ താങ്കൾ പറയുക, ലം തുഅ്മിനു, നിങ്ങൾ ഈമാനുള്ളവരായിട്ടില്ല, വലാകിൻ ഖൂലു അസ്ലംന, നിങ്ങൾക്ക് എന്ത് പറയാം, ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മുസ്ലിം ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാം. കാരണം വലമ്മാ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാൻ പ്രവേശിച്ചിട്ടില്ല എന്ന് അള്ളാഹു പ്രവാചകനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. കാരണം അവർ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നിട്ടുള്ളത് കാപഢ്യത്തോടു കൂടെയാണ്. അവരുടെ മനസ്സിൽ ഈമാൻ ഉണ്ടായിരുന്നില്ല. അവർ അസ്ലമു എന്ന് പറയുമ്പോൾ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അറിയിച്ചു കൊടുക്കാതെ അവരുടെ മനസ്സറിയാൻ പ്രവാചകന് കഴിയില്ല. അപ്പോൾ അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ്, അവരുടെ മനസ്സ് കാപഢ്യമുള്ളതാണ്, അവർ ഈമാൻ ഉൾക്കൊണ്ടിട്ടില്ല എന്ന് അറിയിച്ചു കൊടുക്കുകയാണ്. കേവലം ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ അസ്ലംന എന്ന് പറയുന്നതാണ് എന്ന് പ്രവാചകനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് ഈമാൻ ഇസ്ലാം എന്നതിൻ്റെ വ്യത്യാസം. നമ്മളൊക്കെ മുസ്ലിം നാമധാരിയായിക്കൊണ്ട് ജനിച്ച ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം മുസ്ലിം നാമധാരിയായിക്കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. നമ്മൾ അസ്ലംന എന്ന് പറയുന്ന കാറ്റഗറിയിലായിരിക്കാം. പക്ഷെ നമ്മൾ ആലോചിക്കണം, ആമന്ന എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് നാം എത്തിയിട്ടുണ്ടോ എന്നുള്ളത്. നമ്മുടെ വിശ്വാസം, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലുണ്ടാകേണ്ട വിശ്വാസമാണ്. അത് അള്ളാഹുവിലുള്ള ഷഹാദത്ത്, അത് പ്രഖ്യാപിച്ചിട്ട് അത് മനസ്സിലുണ്ടാകണം. പിന്നീട് അതിൻ്റെ അനന്തരഫലമായിക്കൊണ്ട് അതിൻ്റെ കൂടെയുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മൾ കാഴ്ചവെക്കേണ്ടത്. അതാണ് ഈമാൻ എന്ന് പറയുന്നത്. ആ ഈമാൻ നമ്മളിൽ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. ഒരു മുഅ്മിനെ കുറിച്ചിട്ട് പരിശുദ്ധ ഖുർആനിൽ അവൻ്റെ ഗുണങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ എണ്ണിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പരിശോധിക്കുക, ആ ഗുണങ്ങൾ എന്നിലുണ്ടോ, അങ്ങനെയുള്ള ഒരു മുഅ്മിനാണോ ഞാൻ എന്ന് നമ്മൾ പരിശോധിക്കുക. അള്ളാഹു അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, വ ഇൻ തുതിഉല്ലാഹ വ റസൂല, നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും പിന്തുടരുന്ന പക്ഷം ലാ യലിത്കും മിൻ അഅമാലിക്കും ഷൈആ, നിങ്ങളുടെ സൽക്കർമ്മങ്ങളിൽ നിന്ന് ഒന്നും തന്നെ നിങ്ങൾക്ക് നഷ്ടമാവുകയില്ല എന്നാണ്. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ പ്രവാചകന്റെ അടുക്കലേക്ക് വന്ന് പറയാണ്, ഞങ്ങൾ വിശ്വസിച്ചു. അത് അറാബികളായ ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൗതികതയോട് ഭയങ്കര താല്പര്യമായിരുന്നു. അതേപോലെ തന്നെ അവർ അധികം സംസ്കാരമൊന്നും ഇല്ലാത്ത ആളുകളായിരുന്നു. നമ്മൾ ഈ സൂറത്തിലെ പല ആയത്തുകളുമായി ബന്ധപ്പെട്ട് അവരുടെ ചരിത്രം പറഞ്ഞതാണ്. അവരുമായി ബന്ധപ്പെട്ടാണ് ഈ സൂറത്തിലുള്ള പല ആയത്തുകളും ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ സംസ്കാരമില്ലാത്ത, ഭൗതികതയോട് താല്പര്യമുള്ള ആളുകളായിരുന്നു കൂടുതലും അറാബികളായ ആളുകൾ. എന്നാൽ നല്ലവരായ ആളുകളും അതിലുണ്ട്. അതിൽ തന്നെ ഒരാളെ നമുക്ക് കാണുവാൻ കഴിയും. ഒരു അറാബി പ്രവാചകന്റെ അടുക്കലേക്ക്, അഥവാ മദീനത്തെ പള്ളിയിലോട്ട് ഒട്ടകത്തോട് കൂടാൻ കയറാണ്. എന്നിട്ട് അവിടെയുള്ള ആളുകളോട് ചോദിക്കുകയാണ്, ഇതിൽ അബ്ദുൽ മുത്തലിബിന്റെ മകൻ ഇപ്പോൾ പ്രവാചകനെ കാണിച്ചു കൊടുത്തു, നിന്നെ അള്ളാഹു ആണോ ഇത് നിയോഗിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ, അതെ, എന്നെ അള്ളാഹു ആണ് നിയോഗിച്ചിട്ടുള്ളത്. എങ്കിൽ ഞാനിതാ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു. ഇനി എൻ്റെ നാട്ടിലോട്ട് പ്രവാചകരെ തങ്ങളുടെ റസൂലായിക്കൊണ്ടാണ് ഞാൻ പോകുന്നത്. അവിടെ ഇനി ആരെ അയക്കേണ്ടതില്ല, അവിടെ പ്രബോധനം ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ നല്ലവരായ അറാബികളും ഉണ്ട്, പക്ഷേ ഈ രൂപത്തിലുള്ള അറാബികളെയും കാണുവാൻ കഴിയും. അതാണ് ഈ ആഴ്ചയിലൂടെ അള്ളാഹു കൃത്യമായി കൊണ്ട് ഉണർത്തുന്നത്.